ഈ സ്കൂളും പിന്നെ ഈ മണ്ണെടുക്കണതും കൂടി ആകെ 100 മീറ്റർ വ്യത്യാസമുള്ളത്. ഇത് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഈ മണ്ണ് കൊണ്ട് നിർത്തിയിട്ട് ഈ സ്കൂളിൽ അവിടുന്ന് നിരങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഇരിമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുണ്ടക്കൈക്ക് സമാനമായ ഒരു ദുരന്തത്തിന് കോപ്പുകൂട്ടിയാണ് പഞ്ചായത്ത് അധികൃതർ ഇരിമ്പിളിയത്ത് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. സ്കൂളും കുന്നും 100 മീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഇങ്ങനെ മണ്ണെടുത്താൽ സ്കൂൾ തന്നെ ഇല്ലാതാകുമെന്നും കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ ഇത്രയും അളന്നു നോക്കിയിട്ടേ ഇതിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അത് എങ്ങനെ പേര് കള്ളത്തരത്തിൽ എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല. ഇവിടുന്ന് തന്നെ അളന്ന 100 മീറ്റർ ഇല്ല സ്കൂളിൻ്റെ അവർക്ക്, സ്കൂളിൽ നിൽക്കുന്നിടത്തേക്ക്. ഇത് നിർത്തി വെച്ചതാണ്. ഇത് പിന്നെ രണ്ടാമത് എങ്ങനെ പെർമിഷൻ ഉണ്ടാക്കിയിട്ട് പെർമിഷൻ ഉണ്ടാക്കാൻ വരുമ്പോൾ ഇത് ഇത്ര മീറ്റർ അകലെ സ്കൂളോ വീടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര മീറ്റർ അകലെന്ന് ഒരു നിയമമുണ്ട്. ആ നിയമം ഇല്ലാതെ പെർമിഷൻ കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇത് മാന്താൻ ഞങ്ങൾ അനുവദിക്കൂല. ഞങ്ങളെന്നല്ല, അത് കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ്. അയത്ത് അവിടുന്ന് ഇറങ്ങി സ്കൂൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ നേരെ പുഴയാണ് ഇതിൻ്റെ താഴത്ത്, പുഴയിൽക്കാണ് എത്തുക. അല്ലാതെ ഇവിടെ കൊണ്ടോ നിൽക്കൂലത്. അപ്പോൾ അതുകൊണ്ട് ഇത് മഴ പെയ്താൽ ഇപ്പോൾ വലിയ ഉണങ്ങി നിൽക്കുന്ന സമയത്ത് ഇറക്കണം. മഴ പെയ്താൽ ഒന്നായിട്ട് പൊട്ടി മേലെന്ന് ഒന്നായിട്ട് ഒലിച്ച് പുഴയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പെർമിഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ മണ്ണെടുക്കാൻ നാട്ടുകാർ അനുഭവിക്കില്ല. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ അനുഭവിക്കില്ല. അതന്നെ എനിക്ക് പറയാനുള്ളത്. മുൻപും മണ്ണെടുപ്പിനെതിരെ പരാതി നൽകിയിരുന്നതാണ്. അന്നത് നിർത്തിവച്ചെങ്കിലും അതേ അനുമതി ഇപ്പോൾ വീണ്ടും നേടിയെടുത്തത് അഴിമതിയിലൂടെയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. അല്ല, ഇതിനു മുന്നേ കുറച്ച് കാലം മുമ്പേ നമ്മളത് പഞ്ചായത്തിൽ പരാതി കൊടുത്തതാണ്. ആ പരാതി കൊടുത്തിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് അതൊക്കെ എല്ലാം ക്ലിയർ ആക്കിയതാണ്. പിന്നെ ആദ്യം അത് സാങ്ഷനായി, ഇപ്പോഴാണത് സാങ്ഷനായത്. അപ്പോൾ ഞങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഹൈസ്കൂൾ മാത്രമല്ല, ഞങ്ങൾ ഒരു 5-8 കുടുംബമുണ്ട്. എല്ലാം ബുദ്ധിമുട്ടാവും. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നം. ഇപ്പോൾ നമ്മൾ വയനാട് ഇതൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു അവസ്ഥയാവും ഉറപ്പായിട്ടും. ഇതിപ്പോൾ എത്ര ഹെക്ടറാണ് മണ്ണെടുക്കാന്ന് പറയുന്നവർ ഏകദേശം? അവർ അതെ 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 അത് നല്ല അഴിമതി തന്നെയായിരുന്നു. പഞ്ചായത്തുകാരാണ് അതിൽ അഴിമതി. രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനാണ് അധികൃതർ അനുമതി നൽകിയിരിക്കുന്നത്. കുന്നിന്റെ താഴ്വാരത്തായി നിരവധി കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. ഇവർക്കും ഈ മണ്ണെടുപ്പ് ഭീഷണിയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിഞ്ഞു വീഴുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. 2 ലക്ഷം ഉറുപ്പ്യ കെട്ടിവെച്ചു എന്ന് അവരൊക്കെ പറയുന്നുണ്ട്. അതിലും കൂടുതൽ പൈസ ഇവരൊക്കെ കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് അനുവദിക്കാൻ നമുക്ക് കഴിയില്ല. ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം വലിയ അതാ. നിങ്ങൾക്ക് ഒച്ച കേൾക്കപ്പെടുന്ന നോക്കിയാൽ ഒച്ച കേൾക്കുക കുട്ടികളെ അത്ര അടുത്താണ് ഇത് നിൽക്കുന്നത്. അത് നമുക്ക് വലിയ പ്രയാസം. ഒരു ഹൈസ്കൂൾ നിലകൊള്ളുന്ന മേഖലയിൽ ഈ സ്കൂളുകളുടെ നിലനിൽപ്പിന് തന്നെ പിന്നെ ഭീഷണിയുള്ള രൂപത്തിലാണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിന് അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണം. ഇവരാദ്യം പറഞ്ഞിരുന്നത് ഇവിടെ ഒരു പൈനൻ പാലിയേറ്റീവിൻ്റെ ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ആദ്യം സൗകര്യം ചെയ്തു കൊടുത്തത്. അത് ഇല്ലാതാണ്ടായി. ഇപ്പം ഇങ്ങനെ മണ്ണെടുക്കുന്നുണ്ട്. അതിൻ്റെ നിയമവശം മറ്റൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളിപ്പോൾ ഇത് കാണുകയാണ്. ഇപ്പോൾ ഇത് വീണ്ടും ഇത് മണ്ണെടുക്കുന്നത് കാണുകയാണ്. അപ്പം നിയമവശമൊക്കെ പിന്നെ അതിൻ്റെ രൂപത്തിൽ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. പഞ്ചായത്ത് വളരെ അനാസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അത് ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന ആൾ എന്ന് പറയാൻ തയ്യാറില്ല. പഞ്ചായത്ത് മൊത്തത്തിൽ അതിൻ്റെ ഒരു രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന ആളാണ് എന്ന് പറയാൻ തയ്യാറില്ല. നമുക്ക് വ്യക്തമായ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ. പക്ഷെ ഒരിക്കലും ഇത് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മണ്ണ് മാന്തുന്ന സമയത്തും ഓരോ കാരണങ്ങളാണ് ഈ പറയുന്നത്. ഇവിടെ ഈ മണ്ണ് മാന്തുന്ന സമയത്ത് അവർ പറഞ്ഞു ജീവന് ഒരു പാലിയേറ്റീവിന് ബിൽഡിംഗ് കെട്ടാനാണ്. ഇപ്പോൾ പുതിയ മാന്തുമ്പോൾ പുതിയൊരു കാരണം. ഇതൊന്നും കാര്യങ്ങൾ നടക്കണില്ല. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂൾ കുന്നും പുറത്താണ് നിൽക്കുന്നത്. 12,000 കുട്ടികൾ പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഞങ്ങളുടെ സ്കൂളിന് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങളെ മക്കൾക്ക് സുരക്ഷിതം വേണം. ഇതിപ്പോ പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്, പൈസക്കാരെ കുട്ടികളൊന്നല്ല പഠിക്കുന്നത്. മഴ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ മലപ്പാച്ചിൽ മൊത്തം വന്നാൽ ഞങ്ങളുടെ കുട്ടികളും മക്കളും സ്കൂളും മൊത്തം പോകും. രക്ഷിതാക്കൾക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മണ്ണെടുക്കലിനെ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ സമരം ചെയ്യും. എത്ര വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഇതിന് മുന്നിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ട്, ആര് കളിച്ചാലും ഞങ്ങൾ ഇതിന് നാട്ടുകാരും ഞങ്ങൾ സ്കൂളിലെ മക്കളും രക്ഷിതാക്കളും സമ്മതിക്കൂല. ഇതിൽ ഞങ്ങൾക്ക് ഒരു പാർട്ടിയല്ല, ഞങ്ങളെ മക്കളെ സുരക്ഷിതമാണ്. ഞങ്ങൾ ഇതില് വേറൊന്നും ഞങ്ങൾ ഇതില് ഉദ്ദേശിക്കണില്ല. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്.
Empire College of Science, Moondal, Kuttipuram, Malappuram.